ഹലോ മക്കളെ, എല്ലാവർക്കും സുഖല്ലേ? ഇപ്പൊ ഇങ്ങനെ ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ടത്തതുപോലെ ഇങ്ങനെ ക്ലാസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. പുതിയ ചാപ്റ്ററുകൾ എടുക്കുന്നുണ്ട്, ക്ലാസ്സസുകൾ വരുന്നുണ്ട്, അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ച് കൈമെന്ന് പോയിട്ടുണ്ട്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് തോന്നണം, ഓക്കെ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റൂല, അടുത്തൊരു ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെക്കാട്ടിലും ബെറ്റർ ആക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ. ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇനി പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ചില സമയത്ത് ചില ചാപ്റ്ററുകൾ നോക്കുന്ന സമയത്ത് ഇതെന്ത് വലിയ ചാപ്റ്ററാണ്, ഈ ചാപ്റ്ററിന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊക്കെയുള്ള വലിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് നമ്മളിനി എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, ഓരോ ചാപ്റ്ററിൻ്റെയും ചാപ്റ്റർ സമ്മറീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ചാപ്റ്റർ നോക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ സമ്മറി നോക്കുക. എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, ഒരു ടോപ്പിക്കിൽ നിന്ന് ഇതൊരു ഇത്ര മാർക്കിനുള്ള ചോദ്യമാവാം എന്നൊക്കെ രീതിയിൽ നമ്മളൊരു ചാപ്റ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി ആയിട്ടാണ് അല്ലേ. ഏകദേശം ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത പഠിക്കാൻ തുടങ്ങിയ സമയത്ത് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്റർ ഏതായിരിക്കും, സ്റ്റാഫിംഗ് എന്നുള്ളതായിരിക്കും. ചില സ്കൂളുകൾ സ്റ്റാഫിംഗ് എത്തിയിട്ടുണ്ടാവും, എത്താതിരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു പോർഷൻ വൈസ് നോക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കേണ്ട ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ് അല്ലേ. അപ്പോൾ ഈ സ്റ്റാഫിംഗ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലത്തെ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇതൊരു വലിയ ചാപ്റ്റർ ആണോ, ഇതിനെക്കുറിച്ചിട്ട് ഇനി എന്തൊക്കെ നോക്കണം എന്നൊക്കെ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ചാപ്റ്ററും എന്ന് വെച്ചാൽ വളരെ ചെറുതെന്നല്ല, പക്ഷേ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ആദ്യം തന്നെ സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കേണ്ടതുണ്ട്, കൃത്യമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആദ്യം എന്താണ് വേണ്ടത്, സ്റ്റാഫിങ്ങിന് തന്നെ എന്തുണ്ട്, സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാഫിങ്ങിൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം നേരെ നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണ്, സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സിലേക്കാണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻസ് ഉണ്ട്, HR ഒക്കെ പറയുന്നുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം, സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് പഠിച്ചിരിക്കണം. അങ്ങനെ സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് പഠിക്കുന്ന സമയത്ത് അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ഓക്കെ, എന്താണ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിങ്, എത്ര എണ്ണമുള്ളത്, 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 3 എണ്ണമാണ് നമ്മുടെ ഈ ചാപ്റ്ററിലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് സ്റ്റാഫിങ്ങിൻ്റെ 3 ആസ്പെക്റ്റുകൾ? ഓക്കെ, നമ്മൾ ഈ സ്റ്റെപ്സ് പഠിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ആ സ്റ്റെപ്പുകളിൽ നിന്നുള്ള 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വിശദീകരിച്ച് പഠിക്കുന്നുണ്ട്. അത് ഏത് ഭാഗമാണെന്ന് നമുക്ക് നോക്കിയാലോ. 3 ആസ്പെക്റ്റുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം പറയാനുള്ളത് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതാണ്. ഏതാണ്? റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞതുപോലെ തന്നെ സെലക്ഷൻ എന്നുള്ള സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. അഗെയിൻ ആഫ്റ്റർ സെലക്ഷൻ നമ്മൾ എന്ത് പഠിക്കുന്നു, മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് കേട്ടോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഇഫ് യു ആർ ഫെമിലിയർ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ തന്നെ ചാപ്റ്റർ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നിലും നമ്മൾ എന്താണ് പഠിക്കാനുള്ളത് എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറയാമല്ലേ. ഓക്കെ, സോ ആസ് എ ഏറ്റവും ഷോർട്ടസ്റ്റ് സമ്മറി ആയിട്ട് എനിക്ക് പറയാനുള്ളത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം എന്ത് പഠിക്കുന്നു, സ്റ്റാഫിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ത് ചെയ്യുന്നു ഒന്ന് പഠിക്കുന്നു. പിന്നെ എന്ത് പഠിക്കുന്നു, ഇമ്പോർട്ടൻസ് നമ്മൾ സെറ്റാക്കുന്നു. ഓക്കെ, ബിഫോർ ദാറ്റ് ഇമ്പോർട്ടൻസ് ഒക്കെ സെറ്റാക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സും അതുപോലെ തന്നെ 3 ആസ്പെക്റ്റുകളായിട്ടുള്ള റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇമ്പോർട്ടൻസിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് ടോപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിങ്ങിൻ്റെ ഡെഫിനിഷൻ ഒക്കെ ഈസിയാണ് അല്ലേ. റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് ടൈം അറ്റ് റൈറ്റ് ജോബ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് വർക്ക് അറ്റ് റൈറ്റ് ടൈം എന്ന് പറയുന്ന ഈസി ആയിട്ടുള്ള 3-1-1-1 എന്ന് പറയുന്ന ഈസി ആയിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാഫിങ്ങിന് ഡെഫിനിഷൻ ആയിട്ടും വരുന്നത് അല്ലേ. ഇത്ര എളുപ്പമുള്ള ഒരു ചാപ്റ്റർ, ഇത്ര ടോപ്പിക്സ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ. ഇനി ഇതിൽ 1-2 കാര്യങ്ങൾക്ക് കുറച്ച് സബ് ഹെഡിങ് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓവർ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് സമ്മറി എന്നുള്ളതിലേക്ക് ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഒരു ഡീറ്റെയിൽ ചെക്കപ്പിലേക്ക് പോയാലോ. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നുണ്ട്. ഒരു 5 പോയിന്റ്സ് നമുക്ക് ഇമ്പോർട്ടൻസിൽ പഠിക്കാനുണ്ട്. കോമ്പീറ്റന്റ്, ഹയർ പെർഫോമൻസ്, സർവൈവൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ദെൻ വി ആർ ഡയറക്ട്ലി ഗോയിങ് ടു എങ്ങോട്ടാണ്, സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. എത്ര സ്റ്റെപ്സ് ഉണ്ട്, 8 സ്റ്റെപ്പുകൾ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സ്റ്റാഫിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ആവശ്യമായ മനുഷ്യശേഷി, എത്ര ആൾക്കാരെ നമുക്ക് ഓഫീസിലേക്ക് വേണം എന്ന് നമ്മൾ അറിയുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞ റിക്രൂട്ട്മെന്റ് നമ്മൾ എടുക്കുന്നു, ആൾക്കാരെ നമ്മൾ അറിയിക്കുന്നു, നമുക്ക് ഇത്ര ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്.
തിരഞ്ഞെടുപ്പ് നടക്കുന്നു, സെലക്ഷൻ നടക്കുന്നു. ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് വേണ്ട ആളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, നിയോഗിക്കലും പൊരുത്തപ്പെടലും പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു, എവിടെയാണ് നമ്മുടെ ജോലി എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് പരിശീലനം നടക്കുന്നു, പരിശീലനത്തിന് ശേഷം പ്രവർത്തനം വിലയിരുത്തുന്നു, പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞ് നടക്കും അല്ലേ, ട്രെയിനിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ പ്രവർത്തനം വിലയിരുത്തുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ഥാനക്കയറ്റവും കരിയർ ആസൂത്രണവുമായിട്ട് കൊടുക്കുന്നു. നമ്മൾ എന്ത് കൊടുക്കുന്നു, അവർക്കൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ഥാനക്കയറ്റം പ്രൊമോഷൻ കൊടുക്കുന്നു. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള പ്രതിഫലവും അവർക്ക് നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. ഇത്ര ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സിൽ പഠിക്കാനുള്ളത്. ഈ സ്റ്റാഫിംഗ് സ്റ്റെപ്പ് തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചും സെലക്ഷനെ കുറിച്ചും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയാൻ വേണ്ടി പോവുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്? റിക്രൂട്ട്മെൻറ്റിൽ നമുക്ക് ആകെ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റും അതേപോലെ തന്നെ നമുക്ക് എന്തും പറയാനുണ്ട്, എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. ആദ്യം എന്ത് പഠിക്കുന്നു, ഇൻറ്റേർണൽ പഠിക്കുന്നു. രണ്ടാമത് ആരെ കുറിച്ച് പഠിക്കുന്നു, എക്സ്റ്റേണലിനെ കുറിച്ച് പഠിക്കുന്നു. ഇൻറ്റേർണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഇൻറ്റേർണൽ ആകെ 2 എണ്ണമേ നമുക്ക് പഠിക്കാനുള്ളൂ, ട്രാൻസ്ഫർ ആൻഡ് രണ്ടാമത്തത് പ്രൊമോഷൻ എന്നുള്ളത് കേട്ടോ. ട്രാൻസ്ഫറും പ്രൊമോഷനും, ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്താണുള്ളത്, ഇത് രണ്ടിൻ്റെയും നമുക്ക് എന്ത് പഠിക്കണം, അഡ്വാൻറ്റേജ് നമ്മൾ പഠിക്കണം, അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജും നമ്മൾ പഠിക്കുന്നു കേട്ടോ. ഇൻറ്റേർണലിൻ്റെയും എക്സ്റ്റേണലിൻ്റെയും അതവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണ്, ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ എക്സ്റ്റേണൽ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി വലുതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏകദേശം ഒരു 8-10 എണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, കടലിൻ്റെ മുന്നേ തന്നെ നമ്മൾ എന്തെങ്കിലും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും, അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് കാഷ്വൽ കോളേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, വെയിറ്റിംഗ് ലിസ്റ്റ് നമ്മൾ വിളിക്കുന്നു. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പരസ്യം കൊടുക്കുന്നു. ഈ സെയിം പോയിന്റ് നേരെ അഡ്വർടൈസ്മെൻറ്റ് TV കൊടുക്കുകയാണെങ്കിൽ ടെലിവിഷൻ എന്നും ഇൻ്റർനെറ്റ് കൊടുക്കുകയാണെങ്കിൽ വെബ് പബ്ലിഷിംഗ് എന്നും പറയുന്നു. 3ഉം സെയിം അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ എന്ത് എഴുതിയാൽ മതി, ന്യൂസ് പേപ്പർ എന്ന് എഴുതിയാൽ മതി. ന്യൂസ് പേപ്പർ എന്ന് എഴുതിയാൽ ഇതിൻ്റെ ഡെഫിനിഷനായി. ഈ സെയിം പരസ്യം നമ്മൾ ടെലിവിഷനിൽ കൊടുക്കുകയാണ്, അഡ്വർടൈസ്മെൻറ്റ് ടെലിവിഷനായി. അവസാനത്തിൽ നിന്ന് വെബ് പബ്ലിഷിംഗിലെ നമ്മൾ ഈ പറയുന്നത് ലിങ്ക്ഡിനിലോ അതായത് സെയിം സാധനം തന്നെ നമ്മൾ ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ വെബ് പബ്ലിഷിംഗിലെ. അപ്പം തന്നെ എത്രയായി, 3 എണ്ണം സെറ്റ് ആയിട്ടുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് 4 എണ്ണമായിട്ടുണ്ട്. പിന്നെ എന്ത് പഠിക്കാം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്, പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ഉണ്ട്. രണ്ടിൻ്റെ വർക്കിംഗ് സെയിം ആണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആണെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെതാണെന്ന് മനസ്സിലാക്കുക. പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രൈവറ്റ് ഏജൻസിയാണെന്ന് മനസ്സിലാക്കുന്നു. ക്യാമ്പസ് ഇൻ്റർവ്യൂ നമുക്കറിയുന്നതാണ്, നമ്മുടെ പഠിക്കുന്ന കോളേജുകളിൽ നിന്ന് വന്നിട്ട് നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നതിനാണ്. റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയുന്ന ആരെങ്കിലും ഇവിടെയുണ്ട് ജോലി സ്ഥലത്തുണ്ട്, അവർ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. ആൻഡ് വി ഹാവ് ലേബർ കോൺട്രാക്ട് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ജോലിക്ക് കയറുന്നു എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇതുപോലെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് പഠിക്കുന്നു. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൽ നമുക്ക് 2 എണ്ണേ ഉള്ളൂ, ഇൻറ്റേർണലി എക്സ്റ്റേണൽ. അതിൽ ഇൻറ്റേർണൽ 2 എണ്ണേ ഉള്ളൂ, എക്സ്റ്റേണലാണ് ഇൻ ഡെപ്തിലേക്ക് പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എല്ലാം നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സിൽ ആഫ്റ്റർ റിക്രൂട്ട്മെൻറ്റ് നമുക്ക് എന്താണ് വരുന്നത്, സെലക്ഷൻ എന്നുള്ള സാധനമാണ് വരുന്നത്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നു. ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ്. സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സിന് ശേഷം രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതാണ്, സെലക്ഷൻ്റെ സ്റ്റെപ്സ് ആണ് കേട്ടോ. ഓക്കെ, 2 സ്റ്റെപ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിന് മാത്രമായിട്ടുള്ളത്. അതിൽ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെലക്ഷൻ്റെ 8ഓളം വരുന്ന സ്റ്റെപ്പുകളാണ് എന്നുള്ളത് മനസ്സിലാവുക. പ്രിലിമിനറി സ്ക്രീനിങ്, നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തിയ സമയത്ത് നമുക്ക് വന്ന ആപ്ലിക്കേഷനുകളിൽ നിന്ന് നമ്മൾ എന്ത് നടത്തുന്നു, പ്രിലിമിനറി സ്ക്രീനിങ് നടക്കുന്നു. നമുക്ക് ആവശ്യപ്പെട്ട പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. സെലക്ഷൻ ടെസ്റ്റുകൾ, പല പരീക്ഷകൾ അവർക്ക് വേണ്ടി നടത്തുന്നു. അവരെ നേരിട്ട് ഇൻ്റർവ്യൂക്ക് വിളിക്കുന്നു. അവരുടെ പിന്നാമ്പുറം ചെക്കിങ് റെഫറൻസസ് അല്ലേ, അവർ പണ്ട് ജോലി ചെയ്ത സ്ഥലത്തൊക്കെ നമ്മൾ അന്വേഷണം നടത്തുന്നു. അതിൽ നിന്ന് നമ്മൾ സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നു. അവരോടൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരാൻ പറയുന്നു. അവർക്ക് ജോബ് ഓഫർ കൊടുക്കുന്നു. അവരുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 8 സ്റ്റെപ്സ് നമുക്ക് എവിടെയും കൂടി പഠിക്കാനുണ്ട്, സെലക്ഷനിൽ പഠിക്കാനുണ്ട്. ആൻഡ് ഇൻഡെപ്ത് ഇതിൽ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഒരു 4 ടെസ്റ്റുകളെ കുറിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. ആ 4 ടെസ്റ്റ് 4-5 ടെസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 4-5 ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ ആകെ ഒരു സിമ്പിൾ ടോപ്പിക്കും കൂടിയാണുള്ളത്, വിച്ച് ഈസ് കോൾഡ് ആസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഓൺ ദി ജോബ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഓഫ് ദി ജോബ് ഉണ്ട്. ഇത് രണ്ടും സെറ്റാണോ, കഥം, ഈ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺ ദി ജോബിൽ ഒരു 4 എണ്ണം പഠിക്കുന്നു. അപ്രന്റീസ്ഷിപ്പ്, അസിസ്റ്റൻ്റ് എഴുതുന്നുണ്ട് പഠിക്കുന്നു.
കോച്ചിങ്, ഒരാളുടെ കീഴിൽ പഠിക്കുന്നു, ഇന്റേൺഷിപ്പ് പോലെ പഠിക്കുന്നു, ജോബ് റൊട്ടേഷനിൽ പഠിക്കുന്നു അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ട്രെയിനിങ് നമുക്ക് ഈ 4 തരത്തിൽ ഓൺ ദി ജോബ് ജോലി സ്ഥലത്ത് നിന്ന് തന്നെ തരുന്ന 4 കുറിച്ച് നമ്മൾ ഓൺ ദി ജോബ് എന്നും, ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഫ് ദി ജോബ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദി ജോബ് പറയുന്നു. ക്ലാസ് റൂം, ഫിലിം ഷോ, വീഡിയോ കാണിക്കുന്നു, കേസ് സ്റ്റഡി കൊടുത്ത് പഠിപ്പിക്കുന്നു, കമ്പ്യൂട്ടർ മോഡിംഗ്, വെസ്റ്റിബ്യൂൾ ആൻഡ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമ്മറി വീഡിയോയോട് കൂടി നിങ്ങൾക്ക് എന്തെടുത്തുണ്ടല്ലേ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി ഗൈസ്, നിങ്ങൾ എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഓക്കെ ആണ്. ഡോണ്ട് വറി, ഒന്നും പേടിക്കാനില്ല, സെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമാക്കി വെച്ചേക്കുക എന്നുള്ളതാണ്. അപ്പോൾ എഗെയിൻ ഞാൻ ഒന്നും കൂടി സമ്മറൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് എന്താണ് സ്റ്റാഫിംഗ് എന്നുള്ളതാണ്. സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ആദ്യം പഠിക്കുന്നു. ആ സ്റ്റെപ്പിൽ നിന്ന് 3 ആസ്പെക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കുന്നു, റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് പഠിക്കുന്നു, അതിൽ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് എന്താണ്, എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് പഠിക്കുന്നു. ശേഷം നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് പഠിക്കുന്നു. അവിടെയും സെലക്ഷൻ്റെ ഒരു 8ഓളം സ്റ്റെപ്സ് ആണ് നമുക്ക് പറയുന്നത്. അവസാനമായിട്ട് നമ്മൾ എന്ത് പറയുന്നു, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറയുന്നു. ആ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് ഓൺ ദി ജോബും ഓഫ് ദി ജോബും ഉണ്ട്. ആൻഡ് ദ ചാപ്റ്റർ ഈസ് ഓവർ എന്നുള്ളതാണ്. ഇത്ര സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, 2 സ്റ്റെപ്സ്, പിന്നെ ഒരു ഇൻറ്റേർണൽ, ഒരു എക്സ്റ്റേണൽ, ഒരു ഓൺ ദി ജോബ്, ഒരു ഓഫ് ദി ജോബ്, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. മോർ വീഡിയോസിനും കാര്യങ്ങൾക്കുമായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, സി യു.